അതെ, ഞാൻ പറയുന്ന കേട്ട് നിങ്ങൾ ടെൻഷൻ ആവല്ലോ. എന്താ ഡോക്ടർ? MR കമ്പനിയുടെ ഓണർ ജ്ഞാനവേൽ ഇനിയില്ല. ഡോക്ടർ അത് മാത്രം എന്നോട് പറയരുത്. വാട്ട് ക്യാൻ ഐ ഡു? 25 വർഷമായിട്ട് ഞാൻ ഈ കമ്പനി ജോലി ചെയ്യുന്നു. 25 വർഷമായിട്ട് അവന്റെ തന്തയെ ഞാൻ കൊന്നുകളയാൻ പെട്ട പാട് എനിക്കേ അറിയാം. ഇവനിലൂടെ ഈ കമ്പനി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് കോപ്പിലെ ഒരു ആക്സിഡന്റ്. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും, പക്ഷേ ഫാക്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം. 10,000 കോടി ആസ്തിയുള്ള ഒരു കമ്പനിയാണ്. ഇതെനിക്ക് സ്വന്തമാക്കാൻ പറ്റിയാണ്ടല്ലോ ഡോക്ടർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. 1 സെക്കൻഡ്, ഞാനിപ്പോൾ വരാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുധാകർ. പുള്ളി AI റോബോട്ടിക് സയൻറ്റിസ്റ്റ്. ഐ തിങ്ക് ഹി വിൽ ഹെൽപ്പ് യു. ആക്സിഡന്റൽ ബോഡിക്ക് കേടുപാടുണ്ട്. സോ നമുക്ക് ആ ബോഡി റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എക്സാക്ട് അതിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കാം. അപ്പം നിയന്ത്രിക്കുന്നത് AI ആയിരിക്കുമോ? ഒക്കെ ഒരു കോമഡി അല്ലേ? ഒരു ഫുൾ ബോഡി പ്രവർത്തിക്കാനുള്ള കേപ്പബിലിറ്റി ഒന്നും ആയിട്ടില്ല നമ്മുടെ AI. പിന്നെന്ത് ചെയ്യും? ബട്ട് യു ക്യാൻ ഡു സംതിങ് എൽസ്. ഇതാണ് ജ്ഞാനവേൽ. മരിച്ച ജ്ഞാനവേലിന്റെ ഫുൾ ഡേറ്റാബേസും മെമ്മറിയും നമ്മളുടെ ഡേറ്റാബേസിലേക്ക് നമ്മൾ മാറ്റുവാണ്. എന്നിട്ട് ഈ ഡേറ്റാബേസിലുള്ള A to Z കാര്യങ്ങളും നമ്മൾ ആ കാറിന്റെ ക്ലോണിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഇത് വെറും ഒരു ജഡം മാത്രമാണ്. ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ മറ്റൊരു മനുഷ്യനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. AI ബസ്, AI ടാക്സി, AI റോബോട്ട്, ഇതൊക്കെ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്നത് AI കൊണ്ടല്ല. ഇതിന്റെയൊക്കെ കൺട്രോളും മറ്റൊരിടത്തിൽ നിന്ന് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യനെ പ്രവർത്തിപ്പിക്കാൻ മറ്റൊരു മനുഷ്യന് പാടുണ്ടോ? ഇല്ല. അല്ല, ഈ ജ്ഞാനവേലിനെ പ്രവർത്തിപ്പിക്കുന്നത് ആരാ? ജ്ഞാനവേലിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽസോ? ഇവനെ കുറിച്ച് ഞാൻ എപ്പോ ഇരുന്ന് പഠിക്കാനാ? അത് PDF ഒരു പറയുണ്ട്. അമ്മാർക്ക് UK ഇരുന്ന് അങ്ങ് പറഞ്ഞാ പോരെ. പൈസ കിട്ടുന്നോണ്ട് മാത്രമാണ് ഞാനിത് കുത്തിയിരുന്ന് ഏറ്റത്. ഇതാണ് നമ്മുടെ ജ്ഞാനവേലിന്റെ ക്ലോണ്. ഹലോ, എന്റെ തന്തയെ പടവാക്കിയ നിങ്ങളല്ലയോ? ഇപ്പൊ റെഡിയാക്കാം. സംസാരിച്ച് ഹലോ, എന്റെ തന്തയെ പടവാക്കിയ നിങ്ങളല്ലയോ? എനിക്കറിയാം. അപ്പൊ ഞാനിവനെ കൊണ്ടുപോവാ. പൈസ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്. വാ ഇങ്ങോട്ട്. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. പോവാം. അണ്ണാ, അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു തട്ടടയുണ്ട്, നല്ല നല്ല സ്വയംഭം ബിരിയാണി കിട്ടും. കഴിച്ചിട്ട് പോയാലോ? സി മിസ്റ്റർ, ജ്ഞാനവേലിന്റെ സ്വഭാവം ഫുള്ള് താങ്കൾ പഠിച്ചതല്ലേ? ജ്ഞാനവേലിന്റെ സ്വഭാവം ഇങ്ങനല്ല. അയ്യോ, അയാൾ വെജിറ്റേറിയൻ ആണല്ലേ. ഒരു കാര്യം ചെയ്യാം, വെജിറ്റബിൾ ബിരിയാണി മതി, കുറുമ. ആണ്ടേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ താൻ ജ്ഞാനവേലിനെ പോലെ തന്നെ പെരുമാറിക്കോണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടി അധിക നാളൊന്നും പോത്തില്ല. അണ്ണൻ വണ്ടി അങ്ങോട്ട് എടുക്കണ. അവിടെ ചെല്ലുമ്പോൾ നല്ല ഡീസൻ്റ് അഭിനയിച്ചാൽ പോരായോ? ഇപ്പം അതിൻ്റെ കൂടെ സോങ് കിടക്കട്ടെ. വണ്ടി എടുത്തോ കേട്ടെ. എന്നാ ഞാനെന്നാ ഒന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ. ഡിസ്റ്റർബ് ചെയ്യരുത് തന്നെ. അമ്മോ, ഞാൻ ബാത്റൂമിൽ വരെ പോവാ. ഡോ 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 തന്നെ അവൻ എവിടെ പോയി കിടക്കുക? ഇത് എഴുന്നേക്കുന്നില്ലെന്ന്. എടോ, എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യടോ. ഡോ ഡോ ഈ ക്ലാപ്പിന് ഇതെന്തോ കാണിക്കുവോ? സോറി സോറി സോറി, ഇറക്കുമായിരുന്നു, ബാത്റൂമിൽ വരെ പോയതാ. ഇപ്പൊ റെഡിയാ. സോറി അണ്ണ, ഞാൻ ബാത്റൂം വരെ പോയതാ. പറയണ സോറി. ജ്ഞാനവേലി, ഈ ഓഫീസ് മൊത്തം ക്യാമറയാണ്. നീ ഈ കമ്പനിയുടെ CEO ജ്ഞാനവേലും ഞാൻ നിന്റെ മാനേജരും. അങ്ങനെ മാത്രമേ ഇവിടെ നിൽക്കാവൂ. മനസ്സിലായോ? അങ്ങനെയല്ലേ? നിങ്ങൾ കാര്യം ചെയ്യും, പോയിട്ട് എനിക്കൊരു ചായ മേടിച്ചോട്ടോ. അല്ല അണ്ണൻ പറ. ഓക്കെ, മേക്ക് ഇറ്റ് സീരിയസ്. ഇത് ജ്ഞാനവേലിൻ്റെ പേഴ്സണൽ ലാപ്പാണ്. അവൻ്റെ ഫിംഗർ പ്രിൻറ്റും ഫേസ് ID ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തു ഈ കാണിക്കുന്നത്? ഈ കമ്പനിയുടെ കോടിക്കണക്കിന് രൂപയുടെ ഡീലിങ്സ് മൊത്തം ഈ ലാപ്ടോപ്പിലെ മെയിൽ വഴിയാണ്. അണ്ണാ, കോടി അണ്ണ എടുത്തു, അതിനകത്ത് 1000 എനിക്ക് തരൂ. എന്തിന്? ഫോണിൻ്റെ EMI അടയ്ക്കണം. ആരാണ് ഈ സായിപ്പന്മാർ കോവളം കാണാൻ വന്നേ? ഇവിടെ കോവളമൊന്നും കാണാൻ വന്നില്ല. ഇവരെല്ലാം വലിയ ബിസിനസ് ബാങ്കിനെറ്റുകളാണ്. അണ്ണാ, എനിക്കൊന്ന് ബാത്റൂം വരെ പോകണം. എടാ, ഇന്ന് നീ രാവിലെ രാജകീയമായിട്ടുള്ള ഫുഡല്ലേ കഴിച്ചത്? പിന്നെന്തുവാ? അണ്ണാ, ഈ ഞാനല്ല, പിന്നെ അവിടെയുള്ള ഞാൻ. അത്യാവശ്യമായിട്ട് പോയാലേ പറ്റത്തുള്ളൂ. രാവിലെ ചക്കപ്പുഴുക്ക കഴിച്ചു. കഴിക്കണ്ടെന്ന് മനസ്സ് പറഞ്ഞു. പക്ഷെ ഞാൻ അടുത്തും കഴിച്ച് വയറ് സീന. അത്യാവശ്യമായിട്ട് പോയാൽ പറ്റത്തുള്ളൂ. പോട്ടെ. ആ, പോ.
പോയിട്ട് വന്നോ? എടോ, ഇതുപോലുള്ള മണ്ടന്മാരെയാണ് ഇത്ര സീരിയസ് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. എടോ, വിവരവും വിദ്യാഭ്യാസം ഉള്ളവരെ വെച്ച് കഴിഞ്ഞാലേ ആ പൈസയും സാധനം കൊണ്ട് അവനങ്ങ് പോവും. ഈ മണ്ടനെ ആവുമ്പോഴേ കുറച്ച് ചില്ലറ വിളിച്ച് നമുക്ക് പറ്റിക്കാം. അത് ശരിയാ, പക്ഷെ കാര്യങ്ങളൊന്നും കൈവിട്ട് പോവാതിരുന്നാ മതി. ഒന്നും പോകത്തില്ല, ഞാൻ അവനെ ഫുൾ ടൈം മോണിറ്റർ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഓൾ ഫ്രം മൈ എൻഡ്. നെക്സ്റ്റ് അവർ CEO വിൽ ടെൽ മോർ ഡീറ്റെയിൽസ്. പറ, സംസാരിക്കും. എന്തെങ്കിലും പറ. ഹലോ ഓൾ, വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എന്റെ പൊന്നമ്മ, ഞാൻ അമ്മയുടെ ഈ റൂമിൽ കയറുന്ന 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടാ തൂക്കണ്ട, ഇറക്കാം. ഇവിടെ തൂക്കണ്ട അമ്മ, പോ. നിങ്ങൾ അപ്പുറത്തെ കാണാൻ പോയേ എന്ത് ഇവിടെ വന്നിട്ട് ഉമ്മ വെളിയിൽ പോവാൻ? ചുമ്മാതെ പാ. ഗൈസ് ഈസ് നോട്ട് ഗുഡ് ടുഡേ. മീറ്റിംഗ് ഓവർ. നോ മോർ. അതെ ബോസേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അതെ, എനിക്ക് നാളെ ഒരു ലീവ് വേണമായിരുന്നു. എടാ, നിന്നെ ഞാൻ ഈ ജോലിക്ക് എടുത്തപ്പോ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ഈ ജോലി 24/7. നിനക്ക് ലീവ് എന്നുള്ള സംഭവം നീ പ്രതീക്ഷിക്കുക വേണ്ട. അതെന്താ വർത്താനാ പറയുന്നത്? അവനൊന്ന് ഉറങ്ങുമ്പോൾ മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങുന്നത് പോലും. എന്തോ ബോസേ ഇതൊക്കെ? എടാ, അത് അങ്ങനല്ലേ പറ്റത്തുള്ളൂ. അത് ബോസേ, ഫുൾ ടൈം ഞാൻ ഈ റൂമിൽ ഇരിക്കുമെന്നും പറഞ്ഞ് എനിക്ക് ബാധയാന്നും പറഞ്ഞ് ആരാണ്ടൊക്കെ വിളിച്ചോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആരാന്ന് എനിക്ക് അറിയത്തില്ല. അത് ബോസേ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നാളെ എൻ്റെ കൂട്ടുകാരൻ സുമേഷിനെ ഇവിടെ കൊണ്ടിരുന്നിട്ടെ. അവൻ നല്ല സൂപ്പർ ആക്ടറാ. നീ ഒന്ന് പോയിക്കേ. ആ ജ്ഞാനവേലിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ നിനക്കാ. നീ നിന്നാലേ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുള്ളൂ. പിന്നെ ഈ കാര്യം പറഞ്ഞാൽ എന്നെ മേലെ അതിന് വിളിച്ചേക്കരുത്. അക്കൗണ്ട് ഞാൻ പൈസ ഇട്ടിട്ടുണ്ട്. ശരി, ബൈ. എന്റെ ലൈൻ പൊട്ടി. എടേ, ഇവൻ വന്ന് ഭയങ്കര ശല്യം കേട്ടോ. ഇവിടുത്തെ പണിക്കാരുടെ അടുത്ത് ബീഡി ചോദിക്കുന്നു, അതുകൂടാതെ അവരുടെ കൂടെ പോയിരുന്ന് പണിയുന്നു. ഞാൻ അവസാനം തൊഴിലാളിയുടെ മുതലാളിയാണെന്നും പറഞ്ഞ് കവറപ്പ് ചെയ്തത്. എടാ, ഇവൻ എന്തുവാ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലയോ? തോട്ടക്കാരിയെ പോലും വെറുതെ വിടത്തില്ല. പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇവനങ്ങ് തരിപ്പാ. എന്തുവായാലും എനിക്ക് എത്രയും പെട്ടെന്ന് ഡോക്യുമെന്റ്സ് എൻ്റെ കൈ കിട്ടണം. അവനെ വെച്ച് കമ്പനിയുടെ ഫുൾ ആക്സസ് എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട്. ഇനി മുതൽ ഈ കമ്പനി നിനക്ക് സ്വന്തം. അല്ല, ഇതാരാ? എൻ്റെ മകൻ. ഹലോ, ഇതെന്താ മോനെ അടുത്തിരുന്നോണ്ട് എന്നെ വിളിക്കുന്നേ? അത് തൻ്റെ മകനല്ല, ഞാനുണ്ടാക്കിയ ക്ലോണാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ഭാര്യയും മക്കളും എല്ലാം ഞാനുണ്ടാക്കിയ ക്ലോണാണ്. എന്തിന്? നീ എന്താ വിചാരിച്ച് നിന്റെ ഈ നക്കാപ്പിച്ച മേടിച്ച് ഞാൻ നിന്റെ കോടീഷൻ ആക്കുമോ? ഈ കഥയിലെ വില്ല ഞാനാടാ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോന്നേ ക്ലോൺ ഏതൊക്കെയാന്ന് നീ ഒന്ന് കണ്ടു നോക്ക്.